നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൂമുള്ള്. സെസാൽപീനേസിയ ഫാമിലിയിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം സെസാൽപീനിയ മൈമോസിഡെ എന്നതാണ്. കൂറമുള്ള്, എലിമുള്ള്, വിഷകണ്ടകി എന്നീ പേരുകളിൽ ഈ സസ്യം അറിയപ്പെടുന്നു. പശ്ചിമ തീരത്തും പശ്ചിമഘട്ടത്തിലും ഏകദേശം 4000 അടി ഉയരം വരെയുള്ള പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന സർവാംഗം മുള്ളുകളുള്ള ഒരാരോഹി കുറ്റിച്ചെടിയാണ് ഈ സസ്യം. ധാരാളം ശാഖോപശാഖകളുള്ള ഈ സസ്യം രോമിലമാണ്. ഇലകൾക്ക് ഏകദേശം 22 മുതൽ 36 സെന്റിമീറ്റർ വരെ നീളമുണ്ടായിരിക്കും. തൊട്ടാവാടിയുടെ ഇലകൾ കണക്കെയാണ് ഇതിൻ്റെ ഇലകൾ വിന്യസിച്ചിരിക്കുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള ഇതിൻ്റെ പത്രങ്ങൾ 13 മുതൽ 20 വരെ ജോഡികളായിട്ട് കാണപ്പെടുന്നു. ഇവയുടെ പുഷ്പങ്ങൾ ശാഖാഗ്രങ്ങളിലാണ് കണ്ടുവരുന്നത്. ഇവയ്ക്ക് മഞ്ഞ നിറമായിരിക്കും ഉണ്ടായിരിക്കുക. ഇതളുകൾ വളരെ വലിപ്പമുള്ളവയും ആയിരിക്കും. ഫലങ്ങൾ വൃത്താകൃതിയിൽ 4 to 5 സെന്റിമീറ്റർ വരെ നീളത്തിൽ കാണപ്പെടുന്നു. ഇവയിൽ 1-2 വിത്തുകൾ പയറുവിത്തുകൾ കണക്കെ കാണപ്പെടാറുണ്ട്. നവംബർ-ഡിസംബർ മാസങ്ങളിലാണ് സാധാരണയായി ഇതിൻ്റെ പൂക്കാലം. ഇതിൽ ക്യുറസെറ്റിൻ, ഗാലിക് ആസിഡ് തുടങ്ങിയ രാസഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു. ഏറ്റവും നല്ല ഒരു വ്രണഹര ഔഷധമാണ് ഇത്. കൂടാതെ ടോൺസിലൈറ്റിസ്, കരപ്പൻ തുടങ്ങിയ കുട്ടികൾക്കുണ്ടാകുന്ന വികാരങ്ങൾക്കും ഇവ ഉപയോഗിച്ചു വരുന്നു. പ്രാണികളിൽ നിന്നും ത്വക്കിലുണ്ടാവുന്ന അലർജികൾക്കും ഇവ നല്ലൊരു ഔഷധമാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ മൂല്യങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് സംസാരിക്കും. കൂമുള്ളിന് പ്രധാനമായൊരു 3 ഉപയോഗം പറയാം. ഒന്ന്, ഇതിൻ്റെ കൂമുള്ളിൻ്റെ ഇത് ഇല അരച്ചിട്ട് ഈ ടോൺസിൽസ് ഉള്ള ഭാഗത്ത് പരട്ടിയിടും. ആ ടോൺസിൽസ് പറ്റിയ ടോൺസിലിൻ്റെ വീക്കം കുറയും. അതുപോലെ തന്നെ ഈ പെരോട്ടിഡ് ഗ്ലാൻഡിന് വീക്കം ഉണ്ടാകും, ഈ മുണ്ടി വീക്കം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇതിൻ്റെ ഈ കുമുള്ള് സമൂല അതിൻ്റെ മുള്ളെടുത്ത് അരച്ച് ഈ ചൂടുവെള്ളത്തിൽ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വീക്കം കുറച്ച് കുറയും. പിന്നെ ഇതിൻ്റെ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാം. ഇതിൻ്റെ ഇല വെട്ടിട്ട് വെള്ളം തിളപ്പിക്കാം. ഈ വിസർപ്പം എന്ന രോഗം ശരീരത്തിൽ ഇങ്ങനെ പൊള്ള പോലെ ഉണ്ടാകുന്ന ആ കരപ്പൻ അത് ശമിക്കും. അതുപോലെ തന്നെ ഒരു ഉപയോഗം, നമ്മൾ ഈ ചില ഇൻസെക്റ്റുകളെ ശരീരത്തിലേക്ക് ഈ ആസിഡ് ഫ്ലൈ എന്നൊരു സാധനമുണ്ട്, അത് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ആസിഡ് ആയ പോലെ ആയിട്ട് പൊള്ളും. അതൊരു അലർജിക്കാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഈ ഇൻസെക്റ്റ് പനി തുടർന്നാകുന്ന അനാഫിലാറ്റിക് റിയാക്ഷൻസ് ഉണ്ട്, ശ്വാസം മുട്ട, പൊള്ള. ഇതിലെല്ലാം ഇതിൻ്റെ കഷായം വെച്ചിട്ട് ഈ ക്ഷാളനം ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് കുറയും. അതുപോലെ തന്നെ ഈ ഉണങ്ങാത്ത മുറിയിൽ ഈ കുമുള്ള അരച്ചിട്ട് ഈ വെണ്ണയിൽ ചാലിച്ച് പരട്ടി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങും.